നമുക്ക് ആദ്യം ഇവരിപ്പോൾ അഞ്ജലിയും ഡെൻസിലും നമ്മുടെ നാട്ടിൽ നിന്ന് ഇതേപോലെ ഒരു ക്രിയേറ്റീവ് സൈഡിലുള്ള സംരംഭങ്ങൾ വളരെ വിജയകരമായിട്ട് നടത്തിപ്പോയിക്കൊണ്ടിരിക്കുന്ന സംരംഭകരാണ്. അവര് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് അഞ്ജലി. ഞാൻ കോഴിക്കോട് തന്നെയാണ്. ഞാനൊരു ഇംപ്രസ എന്ന് പറഞ്ഞിട്ട് ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ചെയ്യുന്നത്. ഇംപ്രസ മെയിൻലി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെഗ്മെൻറ്റിലുള്ള ആളുകളെയും, അതായത് പ്യുവർ ട്രഡീഷണൽ ആർട്ടിസൻസ് ആൻഡ് ക്രാഫ്റ്റ്മാൻ, അറ്റ് ദ സെയിം ടൈം ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ പുതുതായി വരുന്ന വുമൺ ഓൺട്രപ്രണേഴ്സിന് ഒരു സ്പേസ് കൊടുക്കുന്ന ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഞാനിത് 2012 സ്റ്റാർട്ട് ചെയ്തത്. ഗുഡ് ആഫ്റ്റർനൂൺ. ഡെൻസിൽ എന്നാണ് എൻ്റെ പേര്. XR ഹൊറൈസൺ എന്നാണ് കമ്പനിയുടെ പേര്. ഞങ്ങൾ ബേസിക്കലി ഈ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, മെറ്റവേഴ്സ് അങ്ങനെ പറഞ്ഞിട്ട് കുറച്ചൊരു ടെക്നിക്കൽ എന്ന് തോന്നാവുന്ന ഒരു സ്പേസ് ആണ്, പക്ഷേ ഇറ്റ് ഇസ് എ ക്രിയേറ്റീവ് സ്പേസ്. അപ്പോൾ ബേസിക്കലി ഞാനൊരു ടെലിവിഷൻ പ്രൊഡ്യൂസർ ആയിരുന്നു. അവിടെ നിന്നാണ് ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങി 2021 ഇതിലേക്ക് വന്നത്. അപ്പോൾ കുറച്ചൊന്ന് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് അങ്ങനെ വലിയ പോപ്പുലാരിറ്റി ഒന്നും ഇപ്പോൾ ഇല്ല. ഈ വെർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നൊക്കെ പറയുന്നത് മിക്കപ്പോഴും ഡിവൈസിനെ ആശ്രയിച്ചും കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ വെർച്വൽ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവിടെ അപ്പുറത്തെ എക്സ്പോ നടക്കുന്ന ഏരിയയിൽ പോയി കഴിഞ്ഞാൽ അവിടെ വെർച്വൽ ഹെഡ്സെറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യാം. വെർച്വൽ വേൾഡുകളാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ നിലനിൽ നിൽക്കുന്ന സോഷ്യൽ മീഡിയ എക്സ്പീരിയൻസസോ വിഷ്വൽ മീഡിയ എക്സ്പീരിയൻസസോ, ഇനി അതല്ലെങ്കിൽ അഞ്ജലി നേരത്തെ പറഞ്ഞ പോലെ ഇ-കൊമേഴ്സിൻ്റെ എക്സ്പീരിയൻസസോ ഒക്കെ നാളെ എങ്ങനെ മാറും, നാളത്തെ നമ്മുടെ ഒരു ജീവിതം, ഒരു ഡിജിറ്റൽ ജീവിതം, ഇപ്പോൾ തന്നെ വാസ്തവത്തിൽ ഡിജിറ്റലി ധാരാളമായി എൻഗേജ് ചെയ്യുന്ന ആളുകളാണ്, മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടോ അതുപോലെ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ടോ. അപ്പോൾ നാളത്തെ ഡിജിറ്റൽ ജീവിതം എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണമായിരുന്നു ഞങ്ങളുടെ ഈ കമ്പനിയുടെ തുടക്കത്തിന് പിന്നിൽ. അപ്പോൾ ഏതായാലും ഇപ്പോൾ 3 വർഷമായി കമ്പനി തുടങ്ങിയിട്ട്. ഞങ്ങൾ കുറച്ച് മെറ്റവേഴ്സ് ആപ്ലിക്കേഷൻസും ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിലും വെർച്വൽ റിയാലിറ്റിയിലും കുറച്ച് പരീക്ഷണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. കുഴപ്പമില്ലാതെ കമ്പനി മുമ്പോട്ട് പോകുന്നു. ഇതുവരെ ഞങ്ങൾ റൈറ്റ് ട്രാക്കിലാണ്. ബാക്കി ഇനിയിപ്പോൾ ഈ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിൽ നിന്നും ആങ്കറുടെ ചോദ്യങ്ങളിൽ നിന്നും ഒക്കെ ആയിട്ട് ബാക്കി നമുക്ക് ആശയവിനിമയം നടത്താമെന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ കമ്പനിയുടെ കഥ. താങ്ക് യു. സോ ഈ ഒരു ഫീൽഡിൽ, അതായത് ഇപ്പോൾ ഇത് നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നതിൽ ഒരു കലാപരമായ സൃഷ്ടിയുടെ ഒരു അതിൻ്റെ ഒരു എലിമെന്റ് ഉണ്ട്. അതേസമയം ഒന്നുകിൽ ബിസിനസ്സിൻ്റെ ആ ഒരു ബിസിനസ് മോഡൽ എന്നുള്ള നിലയ്ക്കോ, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി, സാങ്കേതിക വിദ്യ എന്നുള്ള നിലയ്ക്കോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല സാധനങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സമന്വയത്തിലൂടെയാണ് നിങ്ങളുടെ ഇങ്ങനെയുള്ള ഈ സ്റ്റാർട്ടപ്പ് മുമ്പോട്ട് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചാലഞ്ചുകളുണ്ട്, സങ്കീർണതകളുണ്ട്, അതിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു മോട്ടിവേഷൻ, ആ ഒരു പ്രചോദനം എന്തായിരുന്നു? അതായത് അത് കേരളത്തിൽ നിന്ന് തന്നെ ചെയ്യാം എന്നുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഞാനൊരു 7 വർഷം വിപ്രോയിൽ വർക്ക് ചെയ്തതാണ്. അപ്പം ആ സമയങ്ങളിൽ യാത്ര എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഐ യൂസ് ടു ട്രാവൽ എക്സ്റ്റെൻസീവ്ലി ഇൻസൈഡ് ഇന്ത്യ ആൻഡ് പക്ഷേ ഇപ്പോഴാണ് നമുക്ക് യാത്ര പോലും കുറച്ചുകൂടെ ആളുകൾ, സോഷ്യൽ മീഡിയ വരുന്നു, റീലുകൾ വരുന്നു, ഇങ്ങനെയൊന്നും ഇല്ലാതെ നമ്മളുടെ സന്തോഷത്തിന് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇതിൻ്റെ ഇടയിൽ സ്ത്രീകളാവുന്നത് കൊണ്ട് തന്നെ വിവാഹം കഴിയുന്നു, കുട്ടി ഉണ്ടാവുന്നു. അപ്പോൾ കുട്ടിയെ നോക്കാൻ വേണ്ടി ഒരു ചെറിയ ബ്രേക്ക് എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതിനിടയ്ക്ക് നടത്തിയൊരു യാത്രയിൽ ആകസ്മികമായി ഞാനൊരു വീവറെ കണ്ടുമുട്ടുകയാണ്. ആൻഡ് ഹി വാസ് എ മാസ്റ്റർ വീവർ. വീവിങ് വില്ലേജുകളിൽ വീവേഴ്സ് മാത്രമായിരിക്കില്ല, മാസ്റ്റർ വീവർ എന്ന് പറയുന്ന ഒരു നമ്മളുടെ പ്രോജക്റ്റ് ലീഡ് എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട്. അപ്പോൾ അവർ ആ സമയത്ത് ഒരു 2012 തുടക്കകാലങ്ങളിലാണ്. ആ സമയത്ത് പുള്ളി ഒരു ലൂമ് പൂട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ലൂമ് പൂട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എന്നോട് പറയുകയാണ്,
അന്ന് എനിക്ക് ബിസിനസ്സിനെ പറ്റിയോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ആഫ്റ്റർ ഓൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം ഇവരെ ഒന്ന് സഹായിക്കണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തു. ഈവൻ 2012 എന്നൊന്നും പറയുന്നത് ഫേസ്ബുക്ക് പോലും അത്ര ജനകീയമല്ലാത്ത ഒരു സമയത്താണ് ഒരു ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ പേജിനൊരു പേര് കൊടുക്കണം. അപ്പം എൻ്റർപ്രൈസ് എന്ന അർത്ഥം വരുന്ന ഇംപ്രസ എന്ന പേര് കൊടുക്കുന്നു. പക്ഷെ അതൊന്നും അന്നൊന്നും ഞാൻ എപ്പോഴും പറയും ഐ ആം ആൻ ആക്സിഡൻ്റൽ ഓൺട്രപ്രണർ. വഴിതെറ്റി വന്ന് ഓൺട്രപ്രണർ ആയ ഒരാളാണ് ഞാൻ. പക്ഷേ അന്ന് അത് തുടക്കമിടുന്നത് മുതൽ ഇന്ന് വരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ എല്ലാ സാധ്യതകളെയും നമ്മൾ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, ഒരുപാട് നെറ്റ്വർക്ക്സ്. അതേസമയം തന്നെ ഈ ഒരു ആളുകളെ ലൈക്ക് ഈ ആർട്ടിസൻസിനെയും ക്രാഫ്റ്റ്മെൻറ്റിനെയും സോഷ്യൽ മീഡിയ പഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വാട്സപ്പ് പോലും ഇല്ലാതിരുന്നൊരു സമയത്ത് ആദ്യകാലത്ത് ഞാൻ യാത്ര ചെയ്ത് ഓരോ മാസവും ഞാൻ ഈ ലൂമുകളിലേക്ക് ആന്ധ്രയിലൊക്കെ യാത്ര ചെയ്ത് ഒറീസ ആന്ധ്ര ട്രാവൽ ചെയ്യുന്നതിൽ നിന്ന് ഇപ്പോൾ ഒറ്റ ക്ലിക്കിൽ നമുക്ക് പിക്ചർ എത്തുന്ന രീതിയിലേക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യങ്ങൾ കൂടി നടന്നിട്ടുണ്ട്. സോ ഇതൊരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ എന്റർപ്രൈസ് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു അപ്ലിഫ്റ്റ്മെന്റ് കൂടിയാണ് എനിക്ക് ഇംപ്രസയിലൂടെ നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് ഏതാണ്ട് സിമിലർ ആണ്. ആക്സിഡൻ്റൽ ഓണ്ടർപ്രണർ എന്ന് അഞ്ജലി പറഞ്ഞതായിട്ട് റിലേറ്റ് ചെയ്ത് ആലോചിക്കുമ്പോൾ ഞാൻ ടെലിവിഷനായിരുന്നു എൻ്റെ ഒരു ഏരിയ. ഇപ്പോൾ പ്രൊഡക്ഷനായിരുന്നു, ജേർണലിസ്റ്റ് ആയിരുന്നു ഒരർത്ഥത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുക എന്ന് പറയുന്നതിലേക്ക് എത്തുമ്പോൾ തന്നെ എൻ്റെ സുഹൃത്തുക്കളും അറിയാവുന്നവരൊക്കെ എന്നോട് പറഞ്ഞു ഇത് പഴയ വിഖ്യാതമായ നാടകം പോലെ ആക്സിഡൻ്റൽ ഡെത്ത് ഓഫ് ആൻ ഓൺട്രപ്രണർ ആവും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ബേസിക്കലി ഞങ്ങൾ ഈ ടെലിവിഷനിൽ ഒരു ARM VR ഉണ്ട്, ഓഗ്മെന്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും. നിങ്ങൾക്കും അറിയാവുന്നതായിരിക്കും, ഈ പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലുകളൊക്കെ, ന്യൂസ് ചാനലുകളൊക്കെ ഓഗ്മെന്റഡ് റിയാലിറ്റി ടൂൾസ് ഉപയോഗിക്കും. അപ്പോൾ അത് ചെയ്ത് അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്ത് തുടങ്ങിയതാണ്. 2014 മറ്റോ ഞങ്ങൾ ഡൽഹി പോയി അത് പഠിച്ച് മനോരമയിൽ അത് ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ അത് പഠിക്കലും അത് ലേൺ ചെയ്യലും ഒക്കെ നമ്മളുടെ ഒരു ഹരമായി മാറി. നമുക്ക് ഈ ചില സമയത്ത് നമ്മളുടെ അറ്റൻഷൻ, ഇഷ്ടങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന പോലെയാണ്, പ്രേമം പോലെയാണ്. ഒരാളിൽ നിന്ന് വേറൊരിടത്തേക്ക് പ്രേമിച്ചു പോകുന്ന പോലെ ഇതൊരു പ്രേമമായിട്ട് മാറി. ഇങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിക്കുക, അത് പഠിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ അത് പഠിച്ചു പോകുമ്പോൾ, അതിൻ്റെ ടൂൾസൊക്കെ പഠിച്ചു പോകുമ്പം ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ വശം ആവുന്ന ഒരു കാര്യമല്ലെങ്കിൽ പോലും രസകരമായിട്ട് പഠിക്കാൻ പോകുമ്പോൾ ഇതിന് കുറച്ച് പോസിബിലിറ്റീസ് പുറത്തുണ്ടല്ലോ എന്ന് തോന്നി. പുറത്ത് കുറച്ച് പോസിബിലിറ്റീസ്, പ്രത്യേകിച്ച് എഡ്യൂക്കേഷനിലും ട്രെയിനിങ്ങിലും. ഞാനീ പറയുന്ന ഇമേഴ്സീവ് ആയിട്ടുള്ള കണ്ടന്റ്, നമ്മൾ ഈ വെർച്വൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് അനുഭവിക്കുന്ന കണ്ടന്റുകൾ എഡ്യൂക്കേഷനിലും ട്രെയിനിങ്ങിലും ഒക്കെ ഒരുപാട് പോസിബിലിറ്റി ഉള്ളതാണ്. അപ്പോൾ അത് ചെയ്തു നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു കമ്പനി തുടങ്ങിയത്. അന്ന് 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ടെക്നിക്കലി വലിയ ധാരണകളൊന്നും ഇല്ലായിരുന്നുകൊണ്ട് ഡെവലപ്മെൻറ്റ് പാർട്ടിലൊക്കെ അറിയാവുന്ന ആളുകളെ കൂടെ കൂട്ടി അങ്ങനെ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത് തുടങ്ങുമ്പോൾ. അതിപ്പോൾ ഈ 3 വർഷം കഴിയുമ്പോൾ അന്ന് എല്ലാവരും ആക്സിഡൻ്റൽ ഡെത്ത് ഓഫ് ആൻ എൻ്റർപ്രണർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയെങ്കിലും എൻ്റെ വൈഫായിരുന്നു ഏറ്റവും കൂടുതൽ അത് കളിയാക്കുക. കാരണം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജോലിയൊക്കെ വിട്ടിട്ട് ഇയാൾക്ക് എവിടെയോ തലയ്ക്കൊരു പ്രശ്നമുണ്ടെന്ന് എല്ലാവരും വിചാരിച്ചു തുടങ്ങിയിരുന്ന ഒരു സമയം അത്. പക്ഷെ ഇപ്പോൾ 3 വർഷം കഴിയുമ്പോൾ ആ 4 പേര് 30 പേരായിട്ട് മാറിയിട്ടുണ്ട്. 30 പേരുടെ ഒരു ടീമായി മാറി. അപ്പോൾ എന്ന് മാത്രമല്ല, സാങ്കേതികമായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു ടൂളിനെ ആളുകളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന, അവർക്ക് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന, അവരെ രസിപ്പിക്കുന്ന കുറച്ച് വിഷ്വൽ അനുഭവങ്ങൾ വെർച്വൽ റിയാലിറ്റിയിലും ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിലും ചെയ്തെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷം തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആ വിഷനെയും ഞങ്ങളെടുത്ത എഫേർട്ടിനെയും പല ഘട്ടങ്ങളിലും കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഗവൺമെൻറ് ഓഫ് കേരളയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ KFON എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് വരുന്ന സമയത്ത് അതിൻ്റെ ലോഞ്ചിന് XR Horizon എന്ന് പറയുന്ന എൻ്റെ കമ്പനി ചെയ്ത ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഷോയിലാണ് അത് തുടങ്ങുന്നത്. അതൊക്കെ വലിയ സന്തോഷം തരുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. അത് K-Smart തുടങ്ങിയപ്പോഴും അങ്ങനെ ചെയ്തു. അങ്ങനെ നമുക്ക് ഈ സിസ്റ്റം വലിയ സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഈ മുഴുവനായും നമ്മുടെ സിസ്റ്റം, നമ്മുടെ ഈ കേരളത്തിലെ സിസ്റ്റം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇപ്പോൾ പഴയതുപോലെയൊന്നുമല്ല. പുറത്ത് എല്ലാവരും സംരംഭകരാകുക അല്ലെങ്കിൽ സംരംഭകത്വം എന്ന് പറയുന്നതിന് ഒട്ടും
അനുകൂലമല്ലാത്ത മണ്ണാണ് കേരളത്തിൻ്റെതെന്ന് പറയുമ്പോഴും ഇപ്പോഴത്തെ ചിത്രം വേറെയാണെന്നാണ് എൻ്റെയൊക്കെ അനുഭവം. നമുക്ക് ആ തരത്തിലൊരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സംവിധാനമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് ബേസിക്കലി ഞാനിങ്ങനെ ഒരു കമ്പനി തുടങ്ങാനുള്ള കാരണവും അത് ഇപ്പം ഈ ലെവലിലാണ് എത്തി നിൽക്കുന്നത്. അല്ല, ഒരു കാരണം ഇപ്പോൾ ബേസിൽ പറയുകയുണ്ടായി, അതായത് ഇതിന് ഈ ഒരു എന്താണ് നമ്മുടെ പൊതുവെ പറയപ്പെടുന്ന ഒരു ഒരു അങ്ങനെ ഒരു രീതിയിലല്ല കാര്യങ്ങൾ, കുറച്ചുകൂടെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം ഉണ്ട് എന്നുള്ളൊരു പോയിന്റ് പറയുകയുണ്ടായി. അതല്ലാതെ ബിയോണ്ട് ദാറ്റ് എന്തെങ്കിലും നമ്മുടെ ഇപ്പോൾ എന്തെങ്കിലും കൾച്ചറൽ ട്രെയ്റ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ തനതായിട്ടുള്ള നമുക്ക് ഇപ്പോൾ പരമ്പരാഗതമായിട്ട് കിട്ടിയിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകളോ സാമൂഹിക പശ്ചാത്തലങ്ങളോ പലതും ഉണ്ടാവാം. അതെന്തെങ്കിലും, അതായത് ഒരു സംരംഭം തുടങ്ങാം, അത് കേരളത്തിൽ തന്നെ ഇരുന്ന് ചെയ്യാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ന്യൂസോ മറ്റ് മീഡിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള ചാനലുകളെക്കാളും വലിയ ചാനലുകൾ കേരളത്തിന് പുറത്തുണ്ട് തീർച്ചയായിട്ടും, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും നിങ്ങൾക്ക് കേരളത്തിൽ വന്ന് തുടങ്ങണം എന്ന് തോന്നിയതിന് പുറകില് എന്തെങ്കിലും ഒരു വിശേഷിച്ച് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? എന്തെങ്കിലും ഒരു ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? ഇല്ല, വാസ്തവത്തിൽ ഹിഡൻ ആയിട്ടൊന്നുമില്ല. പക്ഷെ കേരളത്തിന് വലിയ സ്ട്രെങ്ത് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആർട്ട് ഫോംസ്, നമ്മുടെ കലാപരമായ അഭിരുചികൾ, ഇവിടെ രൂപപ്പെട്ടു വന്നിട്ടുള്ള നമ്മുടെ ഒരു കൾച്ചറൽ രീതികൾ, അതിൻ്റെ ഒരു വൈൽഡർനെസ്, അതിൻ്റെ കളർഫുൾനെസ്. നമ്മളിപ്പോൾ പുറത്തുനിന്ന് ആലോചിക്കുമ്പോഴേ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞങ്ങൾ ഈ മനോരമയിലായിരിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻ ഡിസൈൻ ചെയ്യാനായിട്ട് പുറത്തുനിന്നൊരു ഫോറിനർ വന്നായിരുന്നു, ഇയാൻ വോമിങ്ടൺ എന്ന് പറഞ്ഞിട്ട്. അയാൾ BBC വേണ്ടിയിട്ടൊക്കെ സ്ക്രീൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് ആദ്യം സജസ്റ്റ് ചെയ്ത ഒരു കളർ പാറ്റേൺ സ്വഭാവമൊക്കെ ഭയങ്കര ക്ലാസ്, സബ്റ്റിൽ, ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ആദ്യം വച്ചു, സംഭവം ഏതാണ്ടൊരു ഫ്ലോപ്പായിരുന്നു. ആളുകൾക്ക് അതിനോട് വലിയ ഇൻട്രാക്ട് ചെയ്യുന്നില്ല. പക്ഷെ നമ്മളുടെ ഒരു 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 സ്വഭാവം കൾച്ചറിലൊക്കെ ഭയങ്കര വൈൽഡറായിട്ടുള്ള ഷൗട്ടിംഗ് ആയിട്ടുള്ള കളേഴ്സ്, ഷൗട്ടിങ്, നമ്മുടെ സിനിമകൾ കണ്ടാലറിയാം, പുറത്തുനിന്നുള്ള സിനിമകളെക്കാൾ കുറച്ചും കൂടെ ഷൗട്ടിംഗ് ആയിട്ടുള്ള കളേഴ്സും സ്വഭാവങ്ങളും ഒക്കെയാണ് ഉള്ളത്. അപ്പം വാസ്തവത്തിൽ നമുക്കൊരു ട്രഡീഷൻ ഉണ്ട്. അത് ചിലപ്പോൾ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള നമ്മുടെ ഈ തെയ്യത്തിൻ്റെയോ അതുപോലെ കഥകളിയുടെയോ ഒക്കെ സ്വഭാവം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കളറുകൾ വിന്യസിച്ചിരിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവങ്ങളും കൂടെ ഒക്കെ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ സംസാരം പോലും ഇതുമായിട്ട് അലൈൻഡാ. ഉറക്കെ നമ്മൾ സംസാരിക്കുന്നത്. നമ്മളൊരു ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് മലയാളിയോ തമിഴിനോ അടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാം, ഒച്ചത്തിൽ സംസാരിക്കും. ഷൗട്ടിങ്ങാണ് നമ്മുടെ മൊത്തം സ്വഭാവം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ അതിന് അലൈൻഡ് ആയിട്ടുള്ള ഒരു 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 കൾച്ചറൽ റെപ്രസെൻറ്റേഷന് ലോകത്തിൽ എല്ലായിടത്തും തന്നെ പ്രസക്തിയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഈ ഇയാൻ വോമിങ്ടൺ കേരളം മുഴുവൻ നടന്നിട്ട് അതിനെക്കുറിച്ചൊരു പഠനം നടത്തി. നമ്മളിവിടെ എഴുതിയേക്കുന്ന പോസ്റ്ററുകൾ, ചുവരെഴുത്തുകൾ, ഒട്ടിക്കുന്ന പോസ്റ്ററുകളുടെ സ്വഭാവം, സിനിമകൾ, ഇതെല്ലാം കണ്ടിട്ട് പുള്ളി ഒരു പേപ്പർ തയ്യാറാക്കി കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്തു. വിച്ച് വാസ് എൻ ഐ ഓപ്പണർ ഫോർ മീ ടു. നമ്മളുടെ സ്വഭാവം, ആ സ്വഭാവത്തിനെ പുറത്തുള്ള ആളുകൾ അത് എങ്ങനെ കാണുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് ശരിക്കും ഈ കമ്പനി തുടങ്ങുന്ന സമയത്ത് ഇവിടെ തന്നെ തുടങ്ങണമെന്ന് തോന്നാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ അത്രമാത്രം വലിയ റിസോഴ്സസ് ഉണ്ട് എന്നുള്ളത് ഒരു വലിയ ഘടകമായിരുന്നു. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഡിസൈനേഴ്സിനെയും ഡെവലപ്പേഴ്സിനെയും കണ്ടെത്താൻ മറ്റെവിടത്തേക്കാളും എളുപ്പം കേരളത്തിലാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയായിരുന്നു എൻ്റെ അനുഭവം. പ്രാക്ടിക്കലി അത് അങ്ങനെ തന്നെ ആയിത്തീർന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ പ്രാക്ടിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ നിന്ന് ഈ ബൂട്ട് സ്ട്രാപ്പിംഗ് ആണല്ലോ. ബൂട്ട് സ്ട്രാപ്പിംഗ് നമ്മൾ ഈ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് സംരംഭം തുടങ്ങിയത്. നമുക്ക് ബാംഗ്ലൂരോ അതല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലുമോ കൊണ്ടുപോയി തുടങ്ങുക എന്ന് പറയുമ്പോൾ ആലോചിക്കുന്ന കോസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ തന്നെ തുടങ്ങുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് തോന്നി. നമുക്ക് പറ്റുന്ന ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റവും കൂടി ഉള്ളതുകൊണ്ട്. ഇപ്പോൾ അഞ്ജലിയിലേക്ക് വരുമ്പോൾ, അഞ്ജലി നേരത്തെ പറയുണ്ടായി, അതായത് ആന്ധ്രാപ്രദേശിൽ നിന്നോ മറ്റുള്ള ഒരു 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 മാസ്റ്റർ വീവർ, ഒരു നെയ്ത്തുകാരൻ്റെ അദ്ദേഹം അനുഭവിച്ചിരുന്ന പുള്ളിയുടെ ബുദ്ധിമുട്ടുകൾ, പുള്ളിയുടെ വ്യഥകൾ, ഇതെല്ലാം കേട്ടിട്ട് അദ്ദേഹത്തിന് സഹായിക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചോദന. അവിടെ നിന്നും തുടങ്ങിയതാണ് ഈ യാത്ര എന്നുള്ളത് പറയുണ്ടായി. ആ യാത്ര കേരളത്തിൽ തന്നെ തുടങ്ങണമെന്ന് ഞാൻ ഡെൻസലിനോട് ചോദിച്ച ചോദ്യം തന്നെയാണ്, അത് വേറെ രീതിയിൽ ചോദിക്കാണെന്ന്. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നതില് കോഴിക്കോട്ടുകാര് ഒന്ന് കൈപൊക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം കോഴിക്കോടിന് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, ഫാബ്രിക്കിന്റെ ബ്രാൻഡ് കാലിക്കോ എന്ന് പറയുന്ന. യെസ്. അപ്പം അത്ര കണ്ട് റിച്ച് ആൻഡ് ഹെറിറ്റേജ് ഉള്ള ഒരു ഫാബ്രിക് ഹിസ്റ്ററി ഉള്ള നാടാണ് കോഴിക്കോട്, അല്ലെങ്കിൽ കേരളം മുഴുവൻ.
എല്ലാ സ്ഥലങ്ങളിലും നെയ്ത്ത് ഗ്രാമങ്ങളുള്ള അത്ര കണ്ട് റിച്ച് ആയ ട്രഡീഷണൽ ആർട്ട് ഫോംസും ക്രാഫ്റ്റ്മാൻഷിപ്പും ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലങ്ങളെ നമ്മൾക്കുള്ളൂ. നമുക്കൊരു ബാലരാമപുരം ഉണ്ടാകും, ഒരു കുത്താമ്പുള്ളി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കണ്ണൂരെ കുറഞ്ഞ റൂമുകൾ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഇതില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നി വി ഷുഡ് ബി കണക്റ്റഡ് ടു ദ റൂട്ട്സ്. നമ്മളുടെ വേരുകളിൽ നിന്ന് തന്നെ തുടങ്ങിയാലേ വീണ്ടും കിളിർക്കുള്ളൂ. പിന്നെ വളരെ വലിയൊരു കാര്യമുണ്ട്, മലയാളികളിൽ നമ്മൾ കാണുന്നതാണ്. മലയാളികൾ നമ്മൾ പല കാര്യങ്ങളിൽ സംസാരിക്കുമ്പം വാക്തർക്കങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും 2018 ഫ്ലഡ് വന്നപ്പോൾ നമ്മൾ ശരിക്കും നമ്മളെ കാണിച്ചതാണ്. ലൈക്ക് ഞാനൊരു സോഷ്യൽ ഓണ്ടർപ്രണർ ആണെന്ന് പറയുമ്പം ഞാൻ എപ്പോഴും പറയും എൻ്റെ ഏറ്റവും നല്ല സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പിനുള്ള ഏറ്റവും നല്ല മണ്ണ് എന്ന് പറയുന്നത് കേരളം തന്നെയാണ്. ബിക്കോസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കൊരു പ്രശ്നം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു അസാധ്യമായ കഴിവുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. അത് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിനെ അഭിമുഖീകരിക്കുന്ന രീതി, അല്ലെങ്കിൽ ആ പ്രശ്നത്തിനെ എങ്ങനെ സോൾവ് ചെയ്യുന്ന രീതി, അത് ഇവിടെ തന്നെയാണ് ഏറ്റവും സ്ട്രെങ്ത് ഉള്ളത്. കാരണം ഞാൻ ഒരുപാട് പുറത്ത് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയും പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുകയും ചെയ്തൊരു എക്സ്പീരിയൻസ് നിന്ന് ഇതിനോളം നല്ലൊരു സ്പേസ് എനിക്ക് കിട്ടാനില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ തുടങ്ങിയത്. കാരണം കോവിഡ് വന്നു, ഈ പറഞ്ഞ മാസ്റ്റർ വീവർ അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഞാനൊരു വീവറിന്ന് തുടങ്ങി, പിന്നെ ഞാനത് 8 സംസ്ഥാനങ്ങളിൽ 800-ലധികം ക്രാഫ്റ്റ്മാൻസിലേക്കും ഒരുപാട് വുമൺ ഓണ്ടർപ്രണേഴ്സിലേക്കും എക്സ്പാൻഡ് ആയ സമയത്താണ് കോവിഡ് വരുന്നതും ഓഫ് എ സഡൻ നമ്മളെല്ലാവരും ലോക്കായിരിക്കുന്നതും. അന്ന് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്, ഒരു 550 രൂപ നിങ്ങൾക്ക് ഇംപ്രസയുടെ വെബ്സൈറ്റ് വഴി പേ ചെയ്യാമെങ്കിൽ, ചാരിറ്റി അല്ല ചോദിക്കുന്നത്, തതുല്യമായ കൈത്തറി തുണി നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ എന്ന് കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് കുറഞ്ഞു തുടങ്ങുന്നു അടുത്ത ദിവസം മുതൽ നിങ്ങളുടെ അക്കൗണ്ട് വീട്ടുമുറ്റത്ത് തരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേരളത്തിലെ ഫസ്റ്റ് സോഷ്യൽ മീഡിയ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തത് ഇംപ്രസയായിരുന്നു. അന്ന് അതിന് ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ വളരെയധികം സപ്പോർട്ടുമായി വരികയും പിന്നെ ഞങ്ങൾക്ക് ഏകദേശം കോവിഡിൻ്റെ ഒരു 2 വർഷത്തേക്ക് ഒരുപാട് സോഷ്യൽ ചലഞ്ചുകളിലേക്ക് നമുക്ക് ഹാൻഡ്ലൂം ചലഞ്ചിന് ശേഷം ഞങ്ങൾ നാട്ടിലെ സാധാ ടൈലർമാർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇപ്പോൾ VR ഒക്കെ പറയുന്ന പോലെ അന്ന് നമുക്ക് അത്ര പോലും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ അന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മെഷർമെൻറ്റ്സ് നിങ്ങൾ വെബ്സൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ലോക്കൽ ടൈലർ വിൽ സ്റ്റിച്ച് എ ഡ്രസ് ഫോർ യു ഫ്രം ദ ഹാൻഡ്ലൂം കമ്മ്യൂണിറ്റീസ് പീപ്പിൾസ് ക്ലോത്ത്. അതായത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഈ ഫുഡ് മൈലേജ് എന്ന് പറയുന്ന പോലെ നമുക്ക് വേണേൽ ഫാബ്രിക് മൈലേജ് എന്ന് പറയാം. നിങ്ങളിട്ട വസ്ത്രം എത്ര ദൂരത്തു നിന്നാണ് നിങ്ങളിലേക്ക് എത്തിയതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ഞാനിട്ട വസ്ത്രം ആരാണ് നെയ്തതെന്നും അല്ലെങ്കിൽ ആരാണ് തുന്നിയതെന്നും എനിക്കറിയാം. ആ രീതിയിൽ നമ്മളൊരു സോഷ്യലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് മൈലേജ് എന്ന് പറയുന്നത് പോലെ ഫാബ്രിക് മൈലേജ്, ഒരു വസ്ത്രം എത്തുന്നതിൻ്റെ കഥ നമുക്കറിയാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയ ചേഞ്ചാണ്. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് നമുക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റാർട്ടപ്പുകളിൽ നമ്മളുടെ ഒരു സാമൂഹിക പ്രതിബദ്ധത കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. ആ രീതിയിലാണ് ഞങ്ങളൊരു പുതിയ ഒരു കൾച്ചർ നമ്മൾ സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിയിൽ പോലും കൊണ്ടുവന്നത്. നൈസ്. ഇതിൽ എനിക്കൊരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട് അഞ്ജലിയോട്. ഇതിപ്പോൾ അഞ്ജലി പറയുണ്ടായി, ഇത് ഈ നമ്മുടെ വേരുകളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള അവിടെ അങ്ങനെയാണ്, അതൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിരുന്നു എന്ന് പറയണ്ടായല്ലോ. അതേസമയം മലയാളികൾ എന്നുള്ള നിലയ്ക്ക് നമ്മളെ മറ്റു പല സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ലോകം പൊതുവേ നമ്മളെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊപ്പൻസിറ്റി ടു മൈഗ്രേറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു രാജ്യത്തേക്കോ ഒരു സംസ്ഥാനത്തേക്കോ കുടിയേറാനുള്ള പ്രവണത വളരെയധികം കൂടുതലുള്ള ഒരു ജനവിഭാഗമായിട്ടാണ് ബാക്കിയുള്ള എല്ലാവരും നമ്മളെ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിലായാലും സാംസ്കാരിക തലങ്ങളിലായാലും മറ്റു പല രാജ്യങ്ങളിൽ നിന്നും മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ഇൻഫ്ലുവൻസസ് നമ്മുടെ എല്ലാം, ഇപ്പോൾ ഡെൻസിൽ കുറച്ച് മുമ്പേ പറഞ്ഞു, അതായത് കടും ചായക്കൂട്ടുകളാണ് മലയാളിക്ക് താല്പര്യം കൂടുതൽ. അത് തെയ്യം, കഥകളി എങ്ങനെ വേണേൽ കാണാം. അപ്പോൾ ഈ കടും ചായക്കൂട്ടുകൾ ഉള്ള ഒരു പ്രദേശത്തു നിന്ന് പോയിട്ട് നമ്മൾ അവിടുന്ന് കാണുന്നത് ഈ സോ കോൾഡ് പേസ്റ്റൽ ഷെയ്ഡുകളും ഈ പറയുന്ന പോലെ സട്ടിൽ കളേഴ്സൊക്കെയാണ്. അപ്പോൾ ഇത് ഒരു രീതിയിൽ ഇത് നിങ്ങൾക്ക് പുതിയ ബിസിനസ് സാധ്യതകൾ കൊണ്ടുവരുന്നതിനൊപ്പം ഇത് നിങ്ങൾക്ക് ഒരു തരത്തിൽ പുതിയ ഒരു പറ്റം ചാലഞ്ചുകളും ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പം അങ്ങനെയുള്ള ഒരു കേസിൽ അതായത് മലയാളികൾക്കിടയിൽ നിൽക്കുക എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഇൻസൈറ്റ്സ് കിട്ടാറുണ്ട്? അതായത് കുറച്ചുകൂടെ ഗ്ലോബൽ എക്സ്പോഷർ ഉള്ള ആൾക്കാരാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ മുണ്ടിൽ കഥകളി രൂപം വരച്ചു വെക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. അതിനെപ്പറ്റി എല്ലാ തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. എന്നാലും അപ്പൊ അങ്ങനെ ഒരു പറ്റം ആൾക്കാരുടെ നടുക്ക് നിന്ന് ഒരു സംരംഭം കെട്ടിപ്പടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടേസ്റ്റുകൾ നമ്മൾ ഇപ്പൊ പെർക്കുലേറ്റ് ചെയ്ത് എത്തിക്കുന്നത് പോലെ ഈ വീവേഴ്സിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ കലാകാരന്മാരിലേക്കൊക്കെ എത്തിക്കുക. അപ്പോൾ അതിന്റെ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം നമ്മളെപ്പോഴും പറയും ശൂന്യാകാശത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വരെ മലയാളി ഉണ്ടാവും എന്ന് പറയുന്ന ഒരു, ചന്ദ്രനിൽ ചെന്നാലും മലയാളിയുടെ ചായക്കട കാണാമെന്ന് ട്രോളായി പറയുമെങ്കിലും നമ്മളെ ഏറ്റവും അധികം പുതിയ പുതിയ ഡിസൈനുകൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു ഏർജ് മലയാളിക്ക് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളുടെ ട്രഡീഷണൽ ഐറ്റംസിൽ തന്നെ പുതിയ മോഡേണൈസേഷൻ കൊണ്ടുവരാനുള്ള ഒരു ചാൻസ് നമ്മൾക്കാണ് കൂടുതൽ അത് വരുന്നതും അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ്. അത് മറ്റ് കമ്മ്യൂണിറ്റികളെക്കാളും എനിക്ക് തോന്നുന്നു നമ്മളെന്തും ആക്സെപ്റ്റ് ചെയ്യും. കോഴിക്കോടിൻ്റെ ഒക്കെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും പറയും ഇവിടെ ഫുട്ബോൾ മുതൽ ഗസൽ മുതൽ സൂഫി സംഗീതം മുതൽ എന്തും ഇവിടെ എടുക്കും എന്നാണ് പറയുക. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ മലയാളികളുടെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ എന്തിനും ഓപ്പണാണ്. പുതിയ ഡിസൈനുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോഴും എന്താ പറയുക, പുളിയിലക്കര മുണ്ട് തന്നെ വേണമെന്നുള്ള ഒരു വാശി നമ്മൾ നിൽക്കുന്നില്ല. നമ്മളതിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ എന്തെങ്കിലും ഒരു അഡീഷൻ കൊണ്ടുവന്നിട്ട് ചെയ്യുകയാണെങ്കിൽ അതും പരീക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് അതൊരു നല്ല പോസിറ്റീവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അല്ല, എനിക്കതിനകത്ത് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം, ഈ ദൂരം എന്ന് പറയുന്നത് പുതിയ കാലത്ത് അങ്ങനെ ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് കാർത്തികേ. നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമൊക്കെ നമുക്ക് തോന്നുമായിരുന്നു കൊച്ചിയിലോ തിരുവനന്തപുരത്തോ കോഴിക്കോടോ ആണെങ്കിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പക്ഷെ വളരെ സക്സസ്ഫുള്ളായിട്ട് അതല്ലാത്ത ജില്ലകളുടെ അകത്ത പ്രദേശങ്ങളിൽ നിന്ന് പോലും ഓൺട്രപ്രണറൽ ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാവുന്നുണ്ട്, അത് സക്സസ്ഫുൾ ആവുന്നുണ്ട്. ഈ കാലത്ത് ദൂരം ഒരു വലിയ പ്രശ്നമല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ടെക്നോളജിയെ ഉപയോഗിച്ച് ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അത് എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അതൊക്കെ ലോകത്തിൻ്റെ ഏത് കോണിലേക്കും എത്തിക്കാനും അവരുമായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്യാനും അതത് സമയത്ത് തന്നെ, തത്സമയം എന്ന് നമ്മൾ പണ്ട് ടെലിവിഷനിൽ പറഞ്ഞിരുന്നതിനെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ തത്സമയമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് ദൂരം ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്മെൻറ്റിൻ്റെ ഈ കാലത്ത്. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഞങ്ങളുടെ ഈ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിലും വെർച്വൽ റിയാലിറ്റിയിലും ഉള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതും അങ്ങനെ ഒരു പക്ഷേ നമുക്ക് അതിർത്തികൾക്കപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാരിയേഴ്സിനോ അതിർത്തികൾക്കപ്പുറത്തോ ഉള്ള രസമുള്ള സ്പേസസ് ഉണ്ടാക്കാനാണ്. ആളുകൾക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന, വന്നിരിക്കാൻ പറ്റുന്ന വെർച്വൽ ബീച്ചുകൾ. നമ്മളൊരു കാലത്തെക്കുറിച്ച് പറയാണ്, വരാനിരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് പറയാണ്. നിങ്ങൾക്ക് ബീച്ചിൽ പോയിരിക്കാൻ പറ്റിയില്ലെങ്കിൽ വന്നിരിക്കാൻ പോകുന്ന വെർച്വൽ ബീച്ചുകൾ, ധ്യാനിക്കാൻ പറ്റുന്ന വെർച്വൽ കാടുകൾ. ഇപ്പോൾ വിവേകാനന്ദന് ധ്യാനിക്കാൻ കന്യാകുമാരിയിൽ വരാമെങ്കിൽ നിങ്ങൾക്ക് ചിക്കാഗോയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് വേണമെങ്കിൽ വെർച്വൽ കന്യാകുമാരിയിൽ വരാം. അങ്ങനത്തെ വെർച്വൽ സ്പേസസ് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാ തരത്തിലും ടെക്നോളജി നമ്മളെ ദൂരങ്ങളിൽ നിന്ന് ഏറ്റവും അടുപ്പങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ സാധ്യത നമ്മൾ എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഉപയോഗിക്കാം എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ തോന്നിയിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ ഞാനൊരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ദൂരം കുറയുകയാണ് എന്ന് പറഞ്ഞല്ലോ. അതേസമയം നമുക്ക് മലയാളികൾ ഇപ്പൊ പ്രത്യേകിച്ച് അഭ്യസ്തവിദ്യരായ സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യമുള്ള ചെറുപ്പക്കാര് അവര് കുറേയധികം പേര് നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്പേസിലാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ക്രിയേറ്റിവിറ്റിയും ടെക്നോളജിയും സമാസമം ചേർത്ത് വെക്കുന്ന രീതിയിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അനവധി പേരെ ആവശ്യമാണ് താനും. അങ്ങനെ ഒരു ടാലന്റ് അവൈലബിലിറ്റിയുടെ എന്തെങ്കിലും ഇഷ്യൂ അല്ലാന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ നിങ്ങൾ വിശേഷിച്ച് എന്തെങ്കിലും ചെയ്ത ഒരു ഉദാഹരണം വല്ലതും ഉണ്ടോ? കാർത്തിക്, എനിക്ക് ശരിക്കും അതിനകത്ത് ശുഭാപ്തി വിശ്വാസമാണുള്ളത്. കാരണം നമ്മളിപ്പോൾ കാനഡയിലേക്കോ UK-യിലേക്കോ പൊയ്ക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇതിനെ കുറിച്ച് ധാരാളമായിട്ട് സംസാരിച്ചു തുടങ്ങുന്ന കാലം കൂടിയാണിത്. ഇപ്പോൾ അവിടെ അവർക്ക് കിട്ടുന്ന സൗകര്യം, ഒരു അസുഖം വന്നാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ
നമ്മുടെ ഇവിടുത്തെ പോലെ സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. കാനഡയിൽ പോയി പലരോടും സംസാരിക്കാൻ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇവിടെ നമുക്ക് സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മളൊന്ന് കയറി നോക്കണം. എല്ലാ സൗകര്യങ്ങളും ഉള്ള, എല്ലാ സംവിധാനങ്ങളും ഉള്ള വളരെ നീറ്റായിട്ടുള്ള ഹോസ്പിറ്റൽസാണ് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അങ്ങനെ ആലോചിക്കുമ്പോൾ ശരിക്കും ഇപ്പം യു കെയിലും കാനഡയിലും ഒക്കെ അതൊരു ട്രെൻഡ് ആയതുകൊണ്ട് കൂടിയാണ്. ഇപ്പോൾ കാർത്തികിൻ്റെ ചോദ്യം അവിടെ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അല്ലേ? അങ്ങനെയല്ലേ എൻ്റെ ചോദ്യത്തിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഒരു ടാലന്റ് അവൈലബിലിറ്റിയുടെ ഒരു പ്രോബ്ലം പല ഓണ്ടർപ്രണേഴ്സും പറയാറുണ്ട്. അതുണ്ട്. അപ്പോൾ അത് നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? അല്ല, ബാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മറികടക്കാൻ ഒരു മുഴം മുന്നേ എറിഞ്ഞ എന്തെങ്കിലും ഒരു ഉദാഹരണം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അതുണ്ട്. ഇപ്പൊ എന്റെ ഇൻഡസ്ട്രിയുടെ കാര്യത്തിലാണെങ്കിൽ അത് ധാരാളമായിട്ടുണ്ട്. കാരണം ഈ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ഡിസൈനേഴ്സ് എപ്പോഴും ബെറ്റർ ജോലി തേടി പുറത്തു പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ VR പോലുള്ള ഒരു മേഖല ഭയങ്കര ഒരു നീഷ് ഏരിയ ആയതുകൊണ്ടും പുതിയതായതുകൊണ്ടും അതിലേക്ക് ഡെവലപ്മെന്റ് പഠിച്ചെത്തുന്ന ആളുകളുടെ കുറവുണ്ട്. ഞങ്ങൾ അതിന് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സാങ്കേതിക സർവകലാശാല കേരളത്തിൽ 5 യൂണിവേഴ്സിറ്റികളിൽ 5 കോളേജുകളിൽ VR ഡെവലപ്മെന്റ് കോഴ്സ് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സുകൾ നടത്തുന്നിടത്തൊക്കെ ഞങ്ങളും കൂടി അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ടീച്ചേഴ്സിനും ഡെവലപ്മെന്റ് അറിയില്ല, VR ഡെവലപ്മെന്റ് അറിയില്ല. ഇപ്പം നമ്മൾ അവരെ ടീച്ചേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും കുട്ടികൾക്ക് വേണ്ടിയിട്ട് വർക്ക്ഷോപ്പുകൾ നടത്താനും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കോളേജുകളിലും സ്കൂളുകളിലും ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസസ് കൊടുക്കൽ, ഇതൊക്കെ ഞങ്ങൾ ഒരു ബഡ്ഡിങ് ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ കൂടി റെസ്പോൺസിബിലിറ്റി ആണെന്ന് വിചാരിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഫ്യൂച്ചറിലേക്ക് ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന ആളുകൾക്ക് കൂടുതൽ ഡെവലപ്പേഴ്സിനെയും ഡിസൈനേഴ്സിനെയും ഒക്കെ കിട്ടാൻ വേണ്ടി കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഇതേ നാണയത്തിന്റെ മറുവശമാണ് എനിക്ക് അഞ്ജലിയോട് ചോദിക്കാനുള്ളത്. അതായത് ഈ ട്രഡീഷണൽ ആർട്സും ക്രാഫ്റ്റും ഇതൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ വളരെ മൂല്യമേറിയ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്ന അനവധി ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ, അതായത് അവരുടെ ഇപ്പൊ വരും തലമുറകൾ ഇത് വേണ്ടത്ര എടുക്കുന്നില്ല എന്നുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു ആറന്മുള കണ്ണാടിയോ ഒരു കാഞ്ചീപുരം സാരിയോ ഒക്കെ ഇനിയുള്ള കാലത്ത് കിട്ടുമോ എന്ന് പോലും പലരും ഒരു ആശങ്ക പ്രകടിപ്പിക്കാറുണ്ട്. അതിനുള്ള കാരണം ഇതിലുള്ള ഒരു വാണിജ്യ സാധ്യത, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അപ്സൈഡ് ലിമിറ്റഡ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് മാർക്കറ്റിൽ എത്തിക്കുമ്പോഴത്തേക്ക് ഒരുപാട് യത്നിക്കേണ്ടി വരും എന്നുള്ള ഒരു പേടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിസ്ക് അവേഴ്സ്നെസ് ഒക്കെ ഉണ്ടാവാം. അതാണ് നിങ്ങളെപ്പോലുള്ള ഒരു നല്ലൊരു പരിധി വരെ സോൾവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ അത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? അതായത് ഇതിനകത്തൊരു ടെക്നോളജി അപ്ഗ്രഡേഷൻ വേണം, പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരേണ്ടി വരും, എക്സ്പോർട്ട് പൊട്ടൻഷ്യലിലോട്ട് പോകുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തെടുക്കേണ്ടി വരും. ഇതെല്ലാം ചെയ്യേണ്ടത് ഒരു പക്ഷേ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരാളോട് ചേർന്നിട്ടായിരിക്കണം എന്നുള്ളൊരു ചാലഞ്ചും കൂടെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ എങ്ങനെയാണ് അതിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് എഡ്യൂക്കേറ്റിംഗ് ദീസ് റൂറൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ അവർക്ക് ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരുന്നു. അതായത് നമ്മൾ ഇവരുടെ ഡിസൈനുകൾ, കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമല്ല, കാരണം പലപ്പോഴും നമ്മൾ കൈത്തറിയിൽ അവർ അത്രയും മാസങ്ങൾ എടുത്തിട്ട് ചെയ്യുന്ന ഒരു ഡിസൈനിൻ്റെ വളരെ വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഈ ബനാറസിയിലൊക്കെ നടക്കുന്ന ബനാറസി സാരിയിലൊക്കെ ഡിസൈനുകൾ നേരെ പോയി ഇവിടെ പവർ ലൂമിൽ കോപ്പി ചെയ്ത് വരുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ നേരിട്ട ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ ട്രസ്റ്റ് ഏൺ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിന് നമ്മൾ ജെന്യൂൻ ആയിരിക്കുക, അവരുടെ കൂടെ നിൽക്കുക. ഇത്രയും വർഷങ്ങൾ 12 വർഷങ്ങൾ അവരുടെ കൂടെ നിന്നതുകൊണ്ട് തന്നെ എന്നെ പേഴ്സണലി സംബന്ധിച്ച് ആ ഒരു ഹഡിൽസൊക്കെ ഞാൻ വളരെ നേരിട്ട് കഴിഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം റൂറൽ കമ്മ്യൂണിറ്റികളിൽ ഇപ്പോഴും നമ്മൾക്ക് ഇവിടെ വിചാരിക്കുന്ന അത്ര കണ്ടല്ല. അപ്പം നമ്മളെപ്പോഴും ഓൺട്രപ്രനർ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പം അവരെ ബോധ്യപ്പെടുത്തുകയും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് മുന്നോട്ടേക്കുള്ള വഴി. അവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ വെട്ടിത്തെളിക്കാൻ വേണ്ടി അവരെ കോൺസ്റ്റൻ്റായി എഡ്യൂക്കേറ്റ് ചെയ്തിരിക്കുക. അതിന് കൂടുതൽ ഇൻട്രാക്ഷൻസും കൂടുതൽ അതിൻ്റെ സാധ്യതകളെ പറ്റി അവരെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളിത് ഇംപ്രസ് തുടങ്ങുമ്പോൾ മിഡിൽമെൻ ആയിരുന്നു ഇതിൻ്റെ മേജർ പ്രോഫിറ്റ് ഈറ്റേഴ്സ്. ഇവരോട് പറയുക, വ്യൂവേഴ്സിനോട് പറയുക, നിങ്ങൾക്ക് ഇതിന് ഒരു വലിയ വാല്യൂ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെജോറിറ്റി വളരെ കുറഞ്ഞ പൈസയ്ക്ക് വാങ്ങിക്കൊണ്ടുപോവുകയും ഇപ്പുറം വലിയ പ്ലെയേഴ്സിന് കൊടുക്കുകയും ചെയ്യുന്നതായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവർക്ക് തന്നെ സ്വന്തം പേജുകളും വാട്സപ്പ് സ്റ്റാറ്റസുകളും. അപ്പം നമുക്ക് ആ രീതിയിലേക്ക് നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരാളില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ
സംരംഭം സ്വന്തം രീതിക്ക് തുടങ്ങാമെന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ട്രഡീഷണൽ ബിസിനസ്സുകൾക്ക് ശരിക്കും ഇതൊരു നല്ല കാലഘട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെക്ടറിനെ മുൻപ് വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്നു പോകുമെന്ന് തുടങ്ങുന്നിടത്തുനിന്ന് അവിടെയുള്ള ആളുകൾക്ക് തന്നെ തുടരാമെന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് അവരെത്തിയിട്ടുണ്ട്. ഇത് അങ്ങനെ നമ്മൾ പറയുമ്പോൾ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കറിയാം, അതായത് ഈ പറയുന്ന ഇന്റർനെറ്റ് ബിസിനസ് മോഡലുകളുടെയും ഇ കോമേഴ്സിന്റെയും കാലഘട്ടത്തിൽ എല്ലാത്തിനും അതായത് പരമാവധി ഡിസ്കൗണ്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പരമാവധി അത് വില കുറച്ചിട്ടുള്ള സാധനങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ മാസ് പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ഫാഷൻ. ഇപ്പൊ അഞ്ജലി പറഞ്ഞതുപോലെ, അതായത് ഞാൻ ഉടുത്തിരിക്കുന്ന സാരി ആരാണ് നെയ്തത്, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഡൈയിങ് ആരാണ് ചെയ്തത് എന്നുള്ളത് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണ് നിങ്ങൾ. പക്ഷേ ഇതിനെപ്പറ്റി അതായത് ഒരുപാടൊന്നും കെയർ ചെയ്യാത്ത, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ലോവസ്റ്റ് പ്രൈസിൽ കിട്ടണം എന്ന് പറയുന്ന ഒരു കൺസ്യൂമർ സെഗ്മെന്റ് വളരെയധികം ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യം, ഒരു മാർക്കറ്റ് റിയാലിറ്റി ഉണ്ടെന്നിരിക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഇങ്ങനെയുള്ള ഒരു ട്രഡീഷണൽ ക്രാഫ്റ്റ്സിലോ അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ്ലൂംസിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ അവർ കൊണ്ടുവരുന്ന മൂല്യം എന്താണെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിലൂടെ കൂടുതൽ അവർക്ക് ഈ പറയുന്ന വാല്യൂ ക്രിയേഷൻ ഉണ്ടാവാനും അവരെന്ത് ചെയ്യണമെന്നാണ് അഞ്ജലി പറയുന്നത്? ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ കണക്കാക്കണ്ട, എന്നാലും അതായത് ഒരു അനുഭവം പങ്കുവെക്കലായിട്ട് കണ്ടാൽ മതി. എനിക്ക് തോന്നുന്നു ആസ് എ പേഴ്സൺ നമ്മൾ ഒരു കാര്യം വാങ്ങുന്ന സമയത്ത് ഒരു റെസ്പോൺസിബിൾ ഷോപ്പിംഗ് അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മളുടെ മനസ്സിൽ എപ്പോഴും വേണം. നമുക്ക് എത്ര കുറഞ്ഞ വിലയിൽ ഇത് വാങ്ങാം എന്നുള്ളതിനേക്കാളും ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒരു കാര്യമുണ്ടാവുമോ എന്നുള്ള രീതിയിൽ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി മാറി ചിന്തിച്ചു തുടങ്ങുന്നിടത്തെ ഇതുപോലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെഗ്മെന്റ്സിന് രക്ഷയുണ്ടാവുള്ളൂ. കാരണം നമ്മൾ എപ്പോഴും കാണും, നമ്മൾ വലിയ മാളുകളിലോ വലിയ ഷോപ്സിലോ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ 1 രൂപയ്ക്ക് പോലും നമ്മൾ വില പേശില്ല. പക്ഷെ നമ്മൾ നേരെ മറിച്ച് നമ്മൾ റോഡിന്റെ സൈഡിൽ ഒരു മൺചട്ടി വിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് നിന്ന് ഒരിക്കലും ഇല്ലാത്ത വാശിക്ക് നമ്മൾ അതിനു വേണ്ടി പേശി 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 വാങ്ങും. അത് നമുക്കൊരു രസമാണ്. അപ്പോൾ ആ ഒരു രസത്തിനെ നമ്മൾ കിൽ ചെയ്തുകൊണ്ട് നമ്മൾ ഇമ്പാക്ട് ഷോപ്പിങ്ങിലേക്കും റെസ്പോൺസിബിൾ ഷോപ്പിങ്ങിലേക്കും ഇൻഡിവിജ്വലി നമ്മൾ കോൺഷ്യസ് ആയി എഫേർട്ട് ഇടുക എന്നുള്ളത് തന്നെ ഈ ഒരു ഇൻഡസ്ട്രി മുന്നോട്ട് പോകാൻ വെക്കാവുന്ന ഒരു ഉപദേശമുള്ളൂ. സ്വയം ചിന്തിക്കുക. അതുപോലെ ഈ എന്താണ് ക്രിയേറ്റിവിറ്റിയും ടെക്നോളജിയും ഒരേപോലെ മിക്സ് ചെയ്യുന്ന ബിസിനസ്സുകൾ തുടങ്ങുന്നവർക്ക്, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള യുവ സംരംഭകർക്ക് എന്തെങ്കിലും അവർക്കായിട്ടൊരു 2 cents എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെ 2 രൂപ കൊടുക്കാനുണ്ടോ? അല്ല, നമ്മൾ എല്ലാ ബിസിനസ്സുകൾക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് സംരംഭക മേഖലയിലേക്ക് എത്തുന്നവരും പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ബേസിക് ലിറ്ററസി ഉണ്ട്. ഇപ്പം എൻ്റെ കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ് പഠിച്ചവരാ, നടന്ന് വീണ് അതിൽ നിന്ന് പഠിച്ചവരാ. പക്ഷെ അപ്പം അതുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഇപ്പോൾ ഈ ക്രിയേറ്റിവിറ്റിയുടെ മേഖലയിൽ പുതിയ ടെക്നോളജി കൊണ്ടുവരുന്ന ഒരുപാട് സാധ്യതയുണ്ട്. ഒന്ന് ഞാൻ ഈ പറഞ്ഞ ഞങ്ങളുടെ ഈ AR-ൻ്റെയും VR-ൻ്റെയും മേഖല ഓപ്പൺ അപ്പ് ചെയ്തിടുന്ന ഒരു വലിയ പാരലൽ എക്കണോമി ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റവേഴ്സ് എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യം. ഈ മെറ്റവേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? സോറി, ഉണ്ട്. നമ്മളൊരു നെക്സ്റ്റ് ഇറ്ററേഷൻ ഓഫ് ഇന്റർനെറ്റ് എന്നാണ് പറയുന്നത്. ഒരു കണക്റ്റഡ് 3D 360 ഡിഗ്രി വേൾഡുകളുടെ ഒരു കണക്റ്റഡ് നെറ്റ്വർക്ക് എന്നാണ് അതിനെ പറയാം. അത്തരം ലോകങ്ങളും അത്തരം എൻവയോൺമെന്റ്സും ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ രൂപപ്പെടുന്ന മെറ്റവേഴ്സ് എന്ന് പറയുന്ന വലിയ ഏരിയയുടെ എക്കണോമി, ഇറ്റ്സ് എ പാരലൽ എക്കണോമി. അത് ഇറ്റ് ഇസ് പ്രെഡിക്റ്റഡ് ടു ബി 2030 ആകുമ്പോൾ 13 trillion ആണ്, വിച്ച് ഇസ് 3 times the GDP ഓഫ് ഇന്ത്യ. അത്രയും വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് അത് എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല. വലിയ സാധ്യതകളുള്ളൊരു മേഖലയാണ്. അപ്പോൾ ആ മേഖലയെക്കുറിച്ച് നമ്മളിപ്പോൾ ഏത് മേഖലയാണെങ്കിലും എമേർജ് ചെയ്ത്, ഇപ്പോൾ AI ഒരു വലിയ ബസ്സാണ്. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും AI കുറിച്ച് പറയുന്നു, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, പഠിക്കുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെയൊക്കെ തന്നെയാണ് ഇത്. ടെക്നോളജി രൂപപ്പെട്ട് വരുമ്പോൾ തന്നെ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ആലോചിക്കാൻ, ഇതൊക്കെ നമ്മൾ പറയാതെ തന്നെ നമ്മൾ ഈ കേരളത്തിൽ നിന്നൊക്കെയുള്ള ചെറുപ്പക്കാർ വലിയ മിടുക്കന്മാരാണ്. രൂപപ്പെട്ട് വരുന്ന ടെക്നോളജികൾ മനസ്സിലാക്കാനും അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനും അതിൻ്റെ സാധ്യതകൾ കണ്ടെത്താനും. ഇതിൽ
ഒന്ന് ഇത്തരം ഉണ്ടാകുന്ന അഡ്വാൻസ്മെൻറ്റുകൾ അത് എൻ്റെ സ്കില്ലിനുമായിട്ട് അലൈൻ ചെയ്ത്, ഇപ്പോൾ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്കുള്ള ഒരു സ്കില്ലുമായിട്ട് അലൈൻ ചെയ്ത് നമ്മൾ എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യും എന്ന് ആലോചിക്കാൻ പറ്റുന്നിടത്തു നിന്നാണ് ഇത് തുടക്കം. ബേസിക്കലി അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് വലിയ. ഇപ്പം എന്നെ പോലെ ഒരാൾ ഈ ഇത്രയും കാലത്തിന് ശേഷം വേറൊരു കരിയറിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വരുന്നത് എൻ്റെ തന്നെ ഒരു ആത്മവിശ്വാസം, ഞാൻ അപ്ഡേറ്റഡ് ആയിട്ടിരുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതിൽ വീണു പോകാതിരുന്നത്, എന്നിട്ട് അത് തുടങ്ങിയതിന് ശേഷം അതിൽ വീണു പോകാതിരുന്നത്. ആൻട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. ക്രിയേറ്റിവിറ്റി ഒരു സൈഡായിരിക്കെ തന്നെ അതിനെ നമുക്ക് സംരംഭകത്വം ആക്കി മാറ്റുമ്പോൾ, അതായത് വയബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആക്കി മാറ്റുമ്പോൾ, നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റേണ്ടി വരുമ്പോൾ അതിന് നേടേണ്ട കുറച്ച് സ്കിൽസ് ഉണ്ട്. അപ്പോൾ എഗെയിൻ നമ്മൾ പിന്നെയും അപ്ഡേറ്റ് ചെയ്യുകയും ലേൺ ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നതാണ്. ബേസിക്കലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ രണ്ടുപേരും ഈ ആക്സിഡൻ്റൽ ഓൺട്രപ്രണേഴ്സ് ആണ് എന്ന് പറഞ്ഞപ്പോൾ, അതായത് നമ്മൾ കടലിൻ്റെ മുമ്പിലിരിക്കുകയാണ്. എൻ്റെ മനസ്സിലോട്ട് വന്നൊരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OV വിജയൻ്റെ ഒരു ചെറുകഥയുണ്ട്, സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീൻ വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അതാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നൊരു ചിത്രം. അതാണ്. അല്ല ശരിക്കും ഞാനിപ്പോൾ പൂർണ്ണമായിട്ടും ആക്സിഡൻ്റലായിട്ട് ഇതിലേക്ക് വീണ ഒരാളാണ്, ഓൺട്രപ്രണർഷിപ്പിലേക്ക് വീണ ഒരാളാണ്. വെറുതെ ഒരു ആഗ്രഹത്തിൽ നിന്നായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണലിസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനോരമ ന്യൂസിലെ ന്യൂസ് പ്രസൻറ്റർ ആയിരുന്നു. എന്നെ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്നവർ ന്യൂസ് പ്രസൻറ്റർ ആയിരുന്നു. അപ്പം ഞാനിത് ഈ AR-ഉം VR-ഉം ഒക്കെ ചെയ്തിട്ട് ആലോചിച്ച് തുടങ്ങുന്നത്, ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങി ചെയ്താലോ എന്ന് ആലോചിച്ച് തുടങ്ങുന്നത് 2016, 2017 ആ സമയത്തൊക്കെയാണ്. അപ്പോൾ ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്നെ അറിയാവുന്ന എല്ലാവരും ഇത് തന്നെ പറയും. നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ പറയും, ഭ്രാന്താണ്. അങ്ങനെ തന്നെയാണ്. മനോരമയിലെ പോലെ ഒരു ജോലി, കൊള്ളാവുന്ന ശമ്പളം, ആങ്കറിങ്ങിൻ്റെ ഒരു ലൈം ലൈറ്റ്, അതിനൊക്കെ പുറമെ നമ്മളിതെല്ലാ പ്ലാനും ചെയ്തു വന്ന സമയത്ത് 2018 ഞാൻ ഈ കഴിഞ്ഞ 15, അതിനു മുമ്പത്തെ 15 വർഷവും കിട്ടാതിരുന്ന പോലെ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടി, മികച്ച വാർത്താ അവതാരകൻ എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇത് പിന്നെയും ബാധ്യതയായി. നമ്മൾ ഈ സ്റ്റേറ്റ് അവാർഡ് തന്ന ആളുകളോടും നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള ആളുകളോടും കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവണ്ടേ, എന്നാൽ പിന്നെ ഞാൻ ഒന്നുകൂടെ ചവിട്ടിപ്പിടിച്ചിട്ട് ആലോചിക്കാം എന്നൊരു തോന്നലൊക്കെ തോന്നി. അങ്ങനെ പിന്നെയും പോയി 2-3 വർഷം. ആ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ 2018 ഇത് തുടങ്ങിയനെ. ഇപ്പോൾ കുറച്ചുകൂടെ രക്ഷപ്പെട്ടു തോന്നി. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിഡൻ്റലായിട്ട്, അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ നിരുത്സാഹപ്പെടുത്താൻ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷെ കൂടെ നിൽക്കാൻ 2-3 പേരുണ്ടായിരുന്നു. ആ 2-3 പേരുടെ ധൈര്യവും പിന്നെ നമ്മുടെ ഒരു, ഇപ്പം ഇതിനകത്തൊക്കെ ഉണ്ടാവേണ്ട ഒരു ചങ്കുറപ്പ് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമുണ്ട് കേട്ടോ. ഏത് സംരംഭകം, എനിക്ക് അഞ്ജലിയൊക്കെ ടിപ്പിക്കൽ എക്സാമ്പിളാണ് അതിനകത്ത്. നമ്മളൊരു ജോലി, വിപ്രോയിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ്. അത് കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാവേണ്ട ഒരു ചങ്കുറപ്പും കൂടിയുണ്ട് ലേണിങ്ങിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ വീണതാണ് ഒരർത്ഥത്തിൽ. പക്ഷേ ഇതൊരു, എനിക്കൊരു ഘട്ടത്തിലും റിഗ്രറ്റ് തോന്നിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനു മുൻപ് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഒക്കെ ആയിട്ട്, പല സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ഒരു സാധാരണ എംപ്ലോയി ആണ്. ഇപ്പം ഇങ്ങനെ ഒന്ന് മാറി നിന്നിട്ട് ആലോചിക്കുമ്പോൾ, എൻ്റെ കമ്പനിയിൽ 30 സ്റ്റാഫുണ്ട്, 30 പേരുണ്ട്. ഈ 30 പേരുടെ ജീവിതം അങ്ങനെ ഒരു നമ്മളുടെ ഒരു സ്വപ്നവുമായിട്ട് ബന്ധപ്പെട്ട് കൂടിയാണ് എന്നുള്ളതാണ്. അതുണ്ടാക്കുന്ന ഒരു പാരലൽ എക്കണോമി ഉണ്ട്. നമ്മൾ ഈ ചെറു സംരംഭങ്ങൾക്ക് എപ്പോഴും എക്കണോമിയിൽ റെലവൻസ് ഉണ്ട് എന്ന് പറയാൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ നിന്നുണ്ടാകുന്ന, ഇപ്പം 30 പേരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇൻറ്റു 4 ആണ്. ഒരു കുടുംബം മിക്കവാറും 4 പേരുള്ളതെന്ന് കണക്കാക്കിയാൽ 120 പേരുടെ ജീവിതമാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സംരംഭകത്വത്തിന്, പ്രത്യേകിച്ച് ചെറു സംരംഭകങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്. ആ തരത്തിൽ നോക്കുമ്പോൾ എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല എന്ന് മാത്രമല്ല, വലിയ അഭിമാനം ചില സമയത്ത് തോന്നും. താങ്ക് യു. ഇനി സദസ്സിന് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണെന്ന് തോന്നുന്നു. ഹലോ, എൻ്റെ ക്വസ്റ്റ്യൻ അഞ്ജലിയോടാണ്. നമ്മൾ എന്തും സ്വീകരിക്കുന്നവരാണ് മലയാളികൾ എന്ന് പറഞ്ഞു, ശരിയാണ്. പക്ഷേ നല്ലൊരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും ഞാൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് കൈത്തറിയിലേക്ക് പോകുന്നത്, വെൻ യു ക്യാൻ ഗെറ്റ് ഈസിലി അവൈലബിൾ മൾട്ടി കളേർഡ് ഓപ്ഷൻസ്, ഞാൻ ഇട്ടതുപോലെ R&Bയുടെ ടീഷർട്ട്സ് എല്ലാം കിട്ടുമ്പോൾ എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കൈത്തറിയിലേക്ക് പോയി കുറേ കാശ് ചിലവാക്കുന്നതെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്.
അപ്പം അവരെ മാറ്റാൻ, അതായത് അവരെ മാറ്റി ചിന്തിപ്പിക്കാൻ ഡു യു ഹാവ് എനി സ്റ്റാർട്ടപ്പ് ഓർ ഐഡിയാസ്? ബിക്കോസ് ഫസ്റ്റ് ഓപ്ഷൻ ഇപ്പോഴും ഒരു ശരാശരി മലയാളി അല്ലെങ്കിൽ ഒരു എനിവെയർ പീപ്പിൾ തിങ്ക് ഈസ് മാത്സ് അല്ലെങ്കിൽ ട്രെൻഡ്സ് അതെല്ലാം ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഓപ്ഷൻ കൈത്തറിയിലേക്ക് പോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? നമ്മളിപ്പോൾ കൈത്തറിക്ക് ഏറ്റവും വലിയ പ്രശ്നം നമ്മളത് തൊടാതിരിക്കുന്നത് ബേസിക്കലി അതിൻ്റെ പൈസയുടെ പ്രശ്നം കൊണ്ടാണ്. അതായത് ഒരുപാട് എക്സ്പെൻസീവ് ആണെന്നുള്ളത്. എക്സ്പെൻസീവ് ആവാനുള്ളൊരു കാര്യം ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൂടിയാണ്. ഈ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ ഇതിലേക്ക് സാധനം വാങ്ങി തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും കൂടുതൽ ആളുകൾ ഇത് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഈ പെർ ഡേ കോസ്റ്റുകളൊന്ന് കുറയും. അപ്പോൾ അതിന് ആളുകൾ വാങ്ങി തുടങ്ങി തന്നെ അതാവുള്ളൂ. നമ്മൾ ഈ ഓണത്തിന് ഒരു റീലിന് ഈ ചൈനയിൽ നിന്ന് വരുന്ന ആ പവർ ലൂം ഇടാം, എന്നാൽ അടുത്ത റീലിന് മറ്റേടത്തു നിന്ന് വരുന്ന പവർ ലൂം ഇടാമെന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇതിൽ വേറൊരു കാര്യമുണ്ട്. കൈത്തറി എന്ന് പറയുന്നതിൽ നമ്മൾ ഈ കൂടുതൽ ഐറ്റംസ് നല്ല മിനിമലിസ്റ്റിക് ആവുക എന്ന് പറയുന്ന ഒരു ചിന്ത കൂടെ നമ്മളുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ സമൂഹം പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വാർഡ്രോബുകളിൽ നമ്മൾ ഈ പറയുന്ന പോലെ തരം ജുഡിയോന്നും അവിടെ നിന്നും ഇവിടെ നിന്നും വാങ്ങി വരുന്ന എത്ര വസ്ത്രങ്ങൾ നമ്മൾ ഈ പ്രകൃതിക്കൽ എൻവയോൺമെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഭയങ്കരമായ വേസ്റ്റുകളും കൂടെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒന്ന് മതി. നമ്മൾ കുറേ സ്ഥലത്ത് ഇട്ട് ആൾക്കാർ കാണുന്നുണ്ടാവും, അയ്യോ അവിടെ അതാണ് കേട്ടോ, ഇവിടെ ഏതാണ് കേട്ടോ, മറ്റേ ഫോട്ടോയിലും അതായിരുന്നല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കാനുള്ള നമ്മളുടെ ഒരു നെഗ്ലക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ പോട്ടെ എന്ന് ചിന്തിക്കാനുള്ള ഒരു രീതിയിലേക്ക് മെൻറ്റാലിറ്റി മാറുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്ക് അഞ്ജലി പറഞ്ഞൊരു കാര്യത്തിലേക്ക് ഞാനൊരു കാര്യം ആഡ് ചെയ്യാം. അതായത് ഈ പറയുന്ന പോലെ കുറച്ച് ബിസിനസ്സുകൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഓടിച്ചൊരാളെന്നുള്ള നിലയ്ക്ക് പൊതുവേ നമ്മൾ ഒരു B2B കോണ്ടെക്സ്റ്റിലൊക്കെ നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നൊരു സാധനമാണ് പല ബിസിനസ്സുകളും ഒരു എക്വിപ്മെൻറ്റോ ഒരു നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് അവർ തീരുമാനിക്കുക. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ശരിക്ക് ഇപ്പോൾ എനിക്ക് പേഴ്സണലി അനുഭവമുള്ളതാണ്. ഞാനൊരു കോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു വിദേശത്തേക്ക് ഒരു തവണ പോകുന്നതിന് മുമ്പ്. ഞാനൊരു കോട്ട് മേടിച്ചിരുന്നു. അത് ബോംബെയിലുള്ളൊരു കടയിൽ നിന്നാണ് മേടിച്ചത്. അപ്പം അവർ എത്രയോ ഒരു 100-120 വർഷത്തിൽ കൂടുതലായിട്ട് ചെറിയ കടയാണ്. അവർ ഒരു ട്രഡീഷണൽ ബിസിനസ് പോലെ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ കൈമാറി വരുന്നതാണ്. അവരുടെ ഓഫറിങ് കമ്പാരിറ്റീവ്ലി ഈ പറയുന്ന പോലെ നമ്മൾ കടകളിൽ നിന്നോ മാളുകളിൽ നിന്നോ ഓൺലൈൻ മേടിക്കുന്നതിനേക്കാളൊക്കെ ശകലം കൂടുതലാണ്. പക്ഷെ അതിലുള്ളൊരു വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് അതിന് എന്ത് കേടുപാടുണ്ടായാലും നമ്മുടെ ലൈഫ് ലോങ് അവർ റിപ്പയർ ചെയ്ത് തരും. അതായത് അതിലൊരു ഒരു ബട്ടൺ പോയാലും ഒരു നൂല് വിട്ട് കഴിഞ്ഞാലും നിങ്ങൾ അവർക്ക് ഒരു പൈസ കൊടുക്കണ്ട. അപ്പം അത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ യൂഷ്വലി എനിക്ക് ആൻഡ് അവർക്ക് ബോംബെയിൽ വളരെ വലിയ പാർസികളും വലിയ ധനാഢ്യരുടെ ഒരുപാട് വലിയ ക്ലയൻറ്റേലുള്ള ഒരു സ്ഥാപനമാണിതെന്ന് ഓർക്കണം. ഇതിനെപ്പറ്റി അധികാരിക്ക് അറിയില്ല. എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ അറിഞ്ഞതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ളൊരു ലോക്കൽ റെസ്പോൺസിബിൾ കൺസംഷൻ എന്നുള്ള രീതിയിൽ അതിനെ കാണാൻ തുടങ്ങിയാൽ ശരിക്കും അതിൽ ഒരു കൺസ്യൂമർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്നുള്ളത് നമ്മൾ സ്വയം ബോധ്യപ്പെടുത്തുകയും കൂടെയുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കുറെ കൂടെ ഒരു അപ്സൈഡ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിക്ക് അതിനോട് ആഡ് ചെയ്യാനുള്ളൊരു കാര്യം, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നതാണ് ആറന്മുള കണ്ണാടി ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ് അല്ലെങ്കിൽ പ്രൈസ്ഡ് ആണെന്ന്. ഞങ്ങളുടെ കയ്യിൽ ഒരു ആർട്ടിസൺ ഉണ്ട്. അയാൾ പറഞ്ഞത് നമ്മൾ ആറന്മുള കണ്ണാടി സപ്ലൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആറന്മുള കണ്ണാടി എടുത്താൽ ആ ആറന്മുള കണ്ണാടിക്ക് എന്ത് സംഭവിച്ചാലും എപ്പോൾ സംഭവിച്ചാലും ഞങ്ങളത് തിരിച്ച് റിപ്പയർ ചെയ്ത് തരും എന്നാണ്. അത് നമ്മൾ എത്ര ഓൺലൈനുകൾ ചെയ്യുന്നു എന്നറിയില്ല. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു രീതിയിലുള്ളൊരു ചേഞ്ചാണ് നമ്മളെപ്പോഴും കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചേഞ്ച് ഇപ്പം ഞാനൊരാൾ വിചാരിച്ചാലോ ഇപ്പം ഡെൻസിൽ വിചാരിച്ചാലോ അല്ലെങ്കിൽ ഇപ്പം കാർത്തിക് റെപ്രസെൻ്റ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് മിഷൻ മാത്രം വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുക എന്ന് പറയുന്നതാണ്. അവർ നന്നായിട്ട് ഞാൻ നന്നാവാന്ന് പറയുന്ന ആ ഒരു അടുത്ത വീട്ടിലെ കുട്ടി നന്നാവട്ടെ എന്നിട്ട് ഞാൻ നന്നാവാന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ മാറിയേ പറ്റുള്ളൂ. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ എപ്പോഴും വിചാരിക്കുക, ചെറിയ കുഞ്ഞുങ്ങളിൽ തുടങ്ങണം. നമ്മളത് വളരെ ചെറിയ കുഞ്ഞുങ്ങളിൽ ഏറ്റവും നന്നായി ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇതൊന്നുമല്ല കാര്യം എന്നുള്ള രീതിയിൽ അവരുടെ ബോധത്തിലേക്ക് നമ്മൾ ഉറപ്പിച്ചു കൊടുത്താൽ തന്നെ നമ്മളെ സമൂഹം രക്ഷപ്പെടുള്ളൂ. നമ്മൾ ഇപ്പോൾ ഈ കരകൗശല വസ്തുക്കളും ഇതെല്ലാം ഓക്കെ
ഇപ്പോൾ ഹാൻഡിക്രാഫ്റ്റ് എല്ലാം പറയും, നമ്മൾ വില കുറച്ച് വാങ്ങുന്ന ഒരു കസ്റ്റമർ സെഗ്മെന്റിലേക്ക് പോകുന്നതിന് പകരം ഇത് ഇപ്പോൾ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോൾഡ് പ്ലേൻ്റെ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം വന്നപ്പോൾ 1 lakh rupees കൊടുത്തിട്ടും ആ പരിപാടി കാണാൻ വേണ്ടി പോകാൻ ആളുണ്ടായിരുന്നു. അതേപോലെ നമ്മളെ ഇവിടെ ഉള്ള ഈ കലാകാരന്മാരുടെ അല്ലെങ്കിൽ നെയ്ത്തുകാരുടെ കഴിവിനെ നമുക്ക് എന്താ പറയുക, അത് പുറത്തേക്ക് എത്തിച്ചിട്ട്, കാരണം ആൾക്കാർ കൂടുതൽ നല്ല സാധനങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ വാങ്ങാൻ, അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കസ്റ്റമർ സെഗ്മെന്റ് ഇപ്പോഴും നമ്മളെ ഇടയിലുണ്ട്. ആ ഒരു കസ്റ്റമർ സെഗ്മെന്റിലേക്ക് ആൾക്കാരെ പോക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് എടുക്കായിരിക്കില്ല കൂടുതൽ നന്നാവുക. നമ്മൾ ഈ ബാക്കി ഇപ്പോഴും മൈൻഡിൽ എന്താ പറയുക, വില കുറഞ്ഞ സാധനങ്ങൾ എന്നുള്ളതിനെക്കാട്ടി നല്ലത് എന്നുള്ളത്. അതേപോലെ സ്കൂളുകളിലും എല്ലാം നമ്മുടെ സ്റ്റുഡൻസ് ലെവലിൽ തന്നെ നമ്മളെ പാരമ്പര്യം നെയ്ത്തുകൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ഓരോ പ്രൊഡക്ഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സ്വയം ഒരു അഭിമാനം ഉണ്ടാക്കുക. അത് എവിടെ പോയി കഴിഞ്ഞാലും അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുക എന്നുള്ള രീതിയിലേക്കുള്ള ഒരു അപ്രോച്ച് എടുക്കാൻ പറ്റില്ലേ? തീർച്ചയായും പറ്റും. കാരണം നിഷ് എന്ന് പറയുന്ന ഒരു കസ്റ്റമർ നിഷ് സെഗ്മെന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇപ്പം ഞങ്ങളൊക്കെ ഇപ്പം ഈ 12 വർഷങ്ങളിൽ ഇംപ്രസയുടെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, വി ഹാവ് എ സെറ്റ് ഓഫ് നിഷ് കസ്റ്റമേഴ്സ്. കാരണം അത് അവിടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത് പ്യുവർ ആയിരിക്കും എന്ന് പറയുന്ന ഒരു വിശ്വാസം, ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം അത് തന്നെയാണ് ശരിക്കും പലപ്പോഴും പിടിച്ചു നിർത്തുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഡക്ഷൻ കൂടുക തന്നെ വേണം, ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കൂടുക വേണം. പിന്നെ ഈ കുട്ടികളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളിൽ ഓഫ് കോഴ്സ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാനൊരു പാരൻ്റാണ്, പാരൻറ്റിങ് മാറ്റേഴ്സ്. നമ്മളെല്ലാവരും നമ്മളുടെ കുഞ്ഞുങ്ങളെ വെക്കേഷനുകളിൽ നമ്മൾ ഡിസ്നി ലാൻഡിലേക്കോ മിനിമം വണ്ടർലയിലേക്കെങ്കിലും ടൂറ് കൊണ്ടുപോകും. പക്ഷേ തൊട്ടടുത്ത് നിങ്ങൾ ഈ കോഴിക്കോട് മാത്രം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോഴിക്കോട് നോക്കുകയാണെങ്കിൽ, നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ കുട്ടികളെ ഇവിടെ ഏതെങ്കിലും ഉള്ള ഒരു കൈത്തറി യൂണിറ്റ് സന്ദർശിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും എന്നുള്ളത് നമ്മളെ ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ സ്വയം ചോദിച്ചു നോക്കുക. കുട്ടികളെ സോഷ്യലി റെസ്പോൺസിബിൾ ആക്കി വളർത്തി കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ സൂപ്പറാണ്, അടിപൊളി മക്കളാണ്. അവർക്ക് ആ ഒരു എലമെൻ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിയുടെ കൂടെ വളരെ സോഷ്യലി റെസ്പോൺസിബിൾ ആയ ഒരു ഗ്രൂപ്പ് ഓഫ് കുഞ്ഞുങ്ങളാണ് ഇനി മുന്നോട്ട് വരാനുള്ളത്. നമുക്കൊന്നും പറഞ്ഞു തരാൻ അധികം ആരും ഉണ്ടായിരുന്നില്ല. സ്വയം രക്ഷപ്പെടുക, എത്രയും നാട്ടിലെ ജോലി വാങ്ങുക, എത്രയും പെട്ടെന്ന് സെറ്റിൽ ആവുക എന്ന് പഠിപ്പിച്ചു തന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ബാക്കിയാണ് ഞാനും ടെൻസിലേട്ടനൊക്കെ. പഠിച്ച് എന്തെങ്കിലും ജോലി വാങ്ങി രക്ഷപ്പെട്ടു പോയിക്കോ എന്നുള്ളതേ ഉള്ളൂ. മറ്റൊരാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മളോട് അധികം ആരും പറഞ്ഞല്ല. നമ്മളുടെ ഉള്ളിൽ നമ്മൾ കാലങ്ങളായി കടന്നു വന്ന നമ്മളുടെ വീട്ടിലോ മറ്റു വലങ്ങളിൽ നിന്നോ വന്ന മൂല്യങ്ങൾ കൊണ്ട് നമുക്ക് ആ ഒരു ഇത് വന്നത്, അതെല്ലാവരും അതേപോലെ ചിന്തിക്കുകയും കുട്ടികളിലേക്ക് കൊണ്ടുപോകാൻ തന്നെ വേണം. അതിന് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, കുട്ടികളെ എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോവുക. കുട്ടികളെ പുറം ലോകം കാണിച്ച് തന്നെ വളർത്തുക എന്നുള്ളതേ ഉള്ളൂ ഇതിനൊരു സൊല്യൂഷൻ. ഹായ്, എനിക്ക് 2 ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ ചോദ്യം രണ്ടുപേരോടുമാണ്. മീഡിയ, ആർട്ട്, ക്രിയേറ്റിവിറ്റി, അതിനൊപ്പം ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ളത് കൂടെ കണ്ടിട്ടാണ് ഞാനിവിടെ കയറിയത്. അപ്പോൾ ഞാനും മാമിനെ പോലെ IT സെക്ടറിൽ ഒരു 5 കൊല്ലം വർക്ക് ചെയ്തു. ഇപ്പോൾ മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു കോളേജിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള കുട്ടികളെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ പുറത്തൊരു കമ്പനിയിൽ ഒരു 5 lakhs ഒക്കെ കോട്ട് ചെയ്യുന്ന ലോഗോ വർക്ക് ഈ കുട്ടികൾ 5000 രൂപയ്ക്ക് ചെയ്തു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരു യങ് യൂത്ത് ഇവിടെ ഉണ്ട്. അവരെ നിങ്ങൾ 2 പേരും പറഞ്ഞു, 2 പേരും ആക്സിഡൻ്റലായിട്ട് ഇതിലേക്ക് വന്നവരാണ്. ദാറ്റ് ടു ഫോർ എ ഗുഡ് കോസ്. അപ്പോൾ അങ്ങനെ അല്ലാതെ, ആക്സിഡൻ്റൽ അല്ലാതെ കുറച്ച് പ്ലാൻ ചെയ്ത് ഇങ്ങനൊരു യൂത്തിനെ ഓൺട്രപ്രണർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി ഫ്രം സ്റ്റാർട്ടപ്പ് മിഷൻ? പിന്നെ നിങ്ങൾ ഇതിൽ നിന്ന് പഠിച്ച ചെറിയ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ അതും. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗത്തുനിന്ന് കാർത്തിക് ഡീറ്റെയിൽ ആയിട്ട് അത് വേണമെങ്കിൽ പറയും. എന്നാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സ്റ്റാർട്ടപ്പ് മിഷൻ ഓൾറെഡി ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് അക്കാര്യത്തിൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ക്യാമ്പസുകളിൽ IEDCകൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടപ്പ് മിഷൻ.
എന്ന് പറഞ്ഞാൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്, ഞാനും അഞ്ജലിയും കൂടെ ഇതിനു മുമ്പ് അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. എനിക്ക് തന്നെ ഉണ്ടായിരുന്നു നേരത്തെ ഈ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം എന്നാണ് നമ്മൾ പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അല്ല, അതൊരു വളരെ സർഗാത്മകമായ പണിയാണ് എന്നുള്ളത് സാവകാശമാണ് നമുക്ക് മനസ്സിലായത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ, നമ്മളിപ്പോൾ ഈ ഇഗ്നറൻസ് ഉണ്ട് എന്ന് പറയുന്നെങ്കിലും തൊട്ട് മുമ്പത്തെ തലമുറയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഓൺട്രപ്രണർഷിപ്പിൻ്റെ സാധ്യതകളെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എന്ന് മാത്രമല്ല, പാഷനേറ്റായിട്ട് അത്തരം താല്പര്യങ്ങൾ ചെയ്സ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതിനകത്ത് കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ ശരിയാണ്, കേരള സ്റ്റാർട്ടപ്പ് മിഷനും നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ചും നിങ്ങൾ ഈ കാണുന്ന പഴയ വ്യവസായ വകുപ്പൊന്നും അല്ല ഇപ്പോൾ ഈ സമീപകാലത്തായിട്ട് രൂപപ്പെട്ടു വരുന്നത്. ദർ ഇസ് എ ലോട്ട് ഓഫ് ചേഞ്ച് ഹാപ്പനിങ് അറൗണ്ട് അസ്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. നിങ്ങളൊരു വ്യവസായ വകുപ്പ് ഓഫീസിലൊക്കെ പോയാൽ അറിയാം. എനിക്ക് തോന്നുന്നു അക്കാര്യത്തിൽ കുറച്ചും കൂടെ ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തുന്ന ഇനിഷ്യേറ്റീവുകളെ കുറിച്ച് കാർത്തിക് പറയുമായിരിക്കും. എങ്കിലും അനുകൂലമായ അന്തരീക്ഷമുണ്ട്. ഈ പറഞ്ഞ കാര്യത്തിൽ, ആദ്യം സൂചിപ്പിച്ച കാര്യത്തിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഓപ്പൺ അപ്പ് ചെയ്ത് വരുന്ന വലിയ എൻവയോൺമെൻറ്റ്, ഡിജിറ്റൽ ക്രിയേറ്റിവിറ്റിയുടെ വലിയ എൻവയോൺമെൻറ്റിൽ വാസ്തവത്തിൽ തടസ്സങ്ങളൊന്നുമില്ല, ബാരിയേഴ്സ് ഒന്നുമില്ല. ഇപ്പം ഞാനീ പറയുന്ന മെറ്റവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസിബിലിറ്റി ഞാൻ വളരെ സമയമില്ല എന്നാലും വളരെ പെട്ടെന്ന് പറയാം. NFTs എന്ന് കേട്ടിട്ടുള്ളൂ, നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വരയ്ക്കാൻ അറിയാവുന്ന ആൾ, ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾ, ഒരു പാട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ആൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആർട്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ആൾ, അതിനെ ഒരു ഡിജിറ്റൽ അസറ്റാക്കി മാറ്റാനും ബ്ലോക്ക് ചെയിനിൽ എൻക്രിപ്റ്റ് ചെയ്യാനും ആ എൻക്രിപ്റ്റ് ചെയ്ത അസറ്റിൻ്റെ മേലെ ട്രേഡ് നടത്താനും ഇടനിലക്കാരേ ആവശ്യമില്ല. അതാണ് സാധ്യതയായിട്ട് രൂപപ്പെടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഇടനിലക്കാരായിട്ടുണ്ടായിരുന്നവർ ഇപ്പോൾ നമ്മൾ യൂട്യൂബ് പോലുള്ള മീഡിയേറ്റേഴ്സിനെ പോലും കില്ല് ചെയ്യുന്ന തരത്തിലാണ് മെറ്റവേഴ്സിൻ്റെയും ബ്ലോക്ക് ചെയിൻ്റെ പോസിബിലിറ്റീസ് നമ്മുടെ ആർട്ട് ഫോംസിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. അത് കുട്ടികൾക്ക് ഇപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്, കുട്ടികൾ അതിനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അത്തരം സാധ്യതകൾ വലിയ തോതിലാണ്, നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ വലിയ തോതിലാണ് രൂപപ്പെടുന്നത്. ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ വെർച്വൽ ഗാലറീസ് ഉണ്ടാകുന്നുണ്ട്, അവർ ഡെമോ ചെയ്യുന്നുണ്ട്, അവിടുന്ന് വിറ്റ് പോകുന്നുണ്ട്. ഞാൻ ഇത് പറയുമ്പോൾ നമ്മളൊരു സാധാരണ ഗെയിമിനുള്ളിലെ അസറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സാധാരണ നൈക്കയുടെ ഒരു ബിസിനസ് മോഡൽ ഉണ്ട്, ഒരു ഷൂ. ആ ഷൂ, വെർച്വൽ ഷൂ, നമ്മളുടെ അവതാർ, ഡിജിറ്റൽ എൻവയോൺമെൻറ്റിൽ നടക്കുന്ന അവതാർ ഇടുന്ന വെർച്വൽ ഷൂവിന് 14,000 ഇന്ത്യൻ രൂപ കൊടുത്ത് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ കൊടുത്ത് വാങ്ങുന്ന കുട്ടികൾ കേരളത്തിലുണ്ട് എന്ന് എനിക്കറിയാം. അങ്ങനെ മാറുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ആ പോസിബിലിറ്റി എക്സ്പ്ലോർ ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് മാറ്റണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, അവരെ ട്രെയിൻ ചെയ്യണം എന്നുള്ളത് എസെൻഷ്യലാണ്. എനിക്ക് തോന്നുന്നത് ഓൾറെഡി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അത് ചെയ്യുന്നുണ്ട്. സാർ, അടുത്ത ചോദ്യം ഒരു കാര്യം കൊണ്ടുണ്ടായിരുന്നു. അപ്പോഴും സാറ് അസോസിയേറ്റ് ചെയ്തത് സാങ്കേതിക സർവകലാശാലയായിട്ടാണ്. അപ്പോൾ അവർ ഓൾറെഡി കുറച്ചുകൂടെ, ഞാൻ ബിടെക് പഠിച്ച് ഇറങ്ങിയതാണ്, അപ്പോൾ അവിടെ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആണ് കാര്യങ്ങൾ. പക്ഷേ ആ ഒരു അവസ്ഥയല്ല, ഒരു ആർട്സ് കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റും കാര്യങ്ങളും വേറെയാണ്. അപ്പോൾ അവരെ ഈ ഒരു ഡിസൈൻ, ഈ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എസ്പെഷ്യലി എനിക്ക് തോന്നിയിട്ടുള്ളത് എഞ്ചിനീയറിംഗ് സൈഡിൽ നമുക്ക് ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ തന്നെ ഉണ്ട്, പക്ഷേ മീഡിയ സൈഡിലുള്ള സ്റ്റാർട്ടപ്പുകൾ വളരെ കുറവാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? ഞാൻ അതിനുള്ള ഉത്തരം ഞാൻ പറയാം. ഒന്ന്, നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനും സർക്കാരും ഫിക്കിയും എല്ലാം കൂടെ ചേർന്നിട്ട്, അങ്ങനെ പല ബോഡീസ് എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മളിപ്പോൾ നിങ്ങൾ മീഡിയ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, ഒരു AVGC XRൻ്റെ ഒരു പോളിസി അധികം വൈകാതെ തന്നെ റിലീസ് ചെയ്യപ്പെടുന്നതായിരിക്കും. അത് ഫിക്കിയുടെ സഹായത്തോടു കൂടി ഇൻഡസ്ട്രി എന്നുള്ള ആൾക്കാരുടെ ഫീഡ്ബാക്കോട് കൂടി രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു പോളിസിയാണ്. അപ്പോൾ അതിൽ പല ഇൻസെൻറ്റീവ്സും പല രീതിയിലുള്ള സഹായങ്ങളെ പറ്റിയുള്ള വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. ഒന്ന്. രണ്ടാമത്, നമ്മൾ ഇപ്പോൾ ഈ അടുത്ത് ബഡ്ജറ്റിലും അതേപോലെ പല ഗവൺമെൻറ് ചാനൽസിലൂടെയും പ്രഖ്യാപിച്ച എമർജിംഗ് ടെക്നോളജീസ് ഹബ്ബ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്റ്റ് ഉണ്ട്. എമർജിംഗ് ടെക്നോളജീസ് ഹബിനകത്തും നമ്മളൊരു 5 സെക്ടേഴ്സിനാണ്, കേരളത്തിന് അനുയോജിച്ച 5 സെക്ടേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു സെക്ടറാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു ഫ്യൂച്ചർ ഗ്രോത്തിനുള്ളൊരു, കേരളത്തിനെ സംബന്ധിച്ചുള്ളൊരു ഫ്യൂച്ചർ ഗ്രോത്തിനുള്ള ഏരിയ ആയിട്ടാണ് അതിനെ കാണുന്നത്. പിന്നെ നിങ്ങൾ നേരത്തെ ചോദിച്ച മൂന്നാമത്തെ ചോദ്യത്തിനുള്ളൊരിത്, ഒരു സമയപരിമിതി കൊണ്ട് ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയാം. അതായത് ഇങ്ങനെയുള്ള ഒരു നിങ്ങളിപ്പോൾ ഒരു കുട്ടി ഒരു കോമിക് ക്യാരക്ടറിനെ, ഒരു കോമിക്കാണ് ഉണ്ടാക്കുന്നതെന്ന് വെക്കുക.
നമ്മളിപ്പോൾ കാണുന്ന സിനിമകൾ, ഇപ്പം 300 എന്നുള്ള സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. 300 വാസ് ബോൺ ഔട്ട് ഓഫ് എ ഗ്രാഫിക് നോവൽ. അതായത് ഈ വരച്ചിട്ടുള്ള നോവലുകളുണ്ടല്ലോ, ഗ്രാഫിക് നോവലിൽ നിന്ന് ഉടലെടുത്ത ഒരു സിനിമയാണ് 300. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ ഒരു കോമിക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കുഡ് ഒരു ഗ്രാഫിക് നോവൽ ആണെന്നുണ്ടെങ്കിൽ അത് സിനിമയാവാം, അത് ഗെയിം ആവാം, അത് മെർച്ചൻഡൈസ് ആവാം, അത് ഡെൻസിൽ പറഞ്ഞ പോലെ അതിലുള്ള ഓരോ എലിമെന്റും ഈ പറയുന്ന പോലെ മെറ്റവേഴ്സിലെ ഒരു NFT അസറ്റ് ആവാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ മോണറ്റൈസേഷൻ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ടും ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള കൃത്യമായ ഒരു ബിസിനസ് പ്ലാനോട് കൂടി ഈ മേഖലയ്ക്ക് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വളരെയധികം നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ലോകത്തെമ്പാട് നിന്നുള്ള അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. Thank you so much, sir. ഓക്കെ, AI ബേസിക്കലി യെസ്. അപ്പം നമ്മൾ ഈ ആശങ്കകൾ ഉള്ളതുപോലെ AI കിൽസ് ജോബ്സ് ഒരു വശത്ത്, രണ്ടാമത്തെ വശത്ത് അത് ഒരുപാട് പോസിബിലിറ്റി തുറക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ, ഞാൻ അതിനകത്ത് ശുഭാപ്തി വിശ്വാസിയാട്ടോ. എപ്പോഴും ടെക്നോളജിയുടെ കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസിയായിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജോബ്സ് കില്ല് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഏറ്റവും സർഗാത്മകമായ ഒരു പ്രക്രിയയെ ചില സമയത്ത് റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു പേടി എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ബേസിക്കലി മനുഷ്യന് തുല്യമായ സർഗാത്മക ഇടപെടലൊന്നും നടത്താൻ AI-ക്ക് കേപ്പബിൾ ആവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ യെസ്, ഒരുപാട് തരത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള മേഖലകളിൽ ത്രെട്ട് വെക്കുന്നുണ്ട്. അത് ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു സ്റ്റോറി ബോർഡ് ബിൽഡ് ചെയ്യാൻ ഇപ്പം മുമ്പ് ചിലപ്പോൾ ഒരു 10,000 രൂപ നമുക്ക് ചിലവായിരുന്നെടുത്ത് OpenAI-ൻ്റെ ChatGPT നമുക്കൊരു സ്റ്റോറി ബോർഡ് ബിൽഡ് ചെയ്ത് തരുന്നുണ്ട്. സ്റ്റോറി ബോർഡിൻ്റെ ഭാഗമായിട്ടുള്ള ഇമേജ് ബിൽഡ് ചെയ്യാൻ ഞാൻ AI-യുടെ ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. ബിങ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റിൻ്റെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒരർത്ഥത്തിൽ സ്പീഡപ്പ് ചെയ്യാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. IT വന്നപ്പോൾ, IT-യുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടായപ്പോഴും ഇത് തന്നെ സംഭവിച്ചത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പേടിച്ചു, പക്ഷെ പോസിബിലിറ്റീസ് തുറന്നു വന്നു. എൻ്റെ വിശ്വാസം നമ്മളെ കുറച്ചും കൂടെ എംപവർ ചെയ്യാൻ AI സഹായിക്കും എന്ന് തന്നെയാണ്. ത്രെഡ്സ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എംപവർ ചെയ്യാൻ AI സഹായിക്കും എന്ന് തന്നെയാണ്. മൊത്തം സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യാനോ സഹായിക്കും. മാത്രമല്ല, ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ സമയമില്ലാത്തതുകൊണ്ടാണ്, ഒറ്റ കാര്യം പറയാം. ഒഴിവാക്കിയിട്ടോ തള്ളി പറഞ്ഞിട്ടോ നമുക്ക് AI-യെ ഒഴിവാക്കിയിട്ടോ തള്ളി പറഞ്ഞിട്ടോ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ജീവിതാവസ്ഥയിലേക്കാണ്, ഞാൻ ആ ജീവിതാവസ്ഥ എന്ന് പറയുന്ന വാക്ക് ബോധപൂർവ്വം വെച്ചാൽ ജീവിതാവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുന്നത്. Thank you, sir. Thank you so much for such an insightful session.